വിപിൻ ദാസ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജും ബേസിൽ ജോസഫും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഗുരുവായൂർ അമ്പലനട സിനിമ കണ്ടു. എനിക്ക് വളരെ ഇഷ്ടമായി. ഈ സിനിമയുടെ ഒരു ജോണറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്ലാപ്സ്റ്റിക് സിറ്റുവേഷണൽ കോമഡി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ജോണറാണിത്. സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് എന്തായാലും ഡിസപ്പോയിന്റഡ് ആവാത്ത രീതിയിലാണ് മൊത്തത്തിൽ സിനിമയുടെ ഔട്ട്പുട്ട് വന്നിട്ടുള്ളത്. എസ്പെഷ്യലി ഇതിലെ പൃഥ്വിരാജിന്റെ പ്രകടനം. ഞാൻ ഈ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് ബേസിലും അതുപോലെ തന്നെ ബാക്കി കാസ്റ്റ് ആൻഡ് ക്രൂവിന്റെ പ്രകടനമായിരിക്കും കുറച്ചും കൂടി എടുത്തു പറയാനുണ്ടാവുക എന്നാണ് പ്രതീക്ഷ ഉണ്ടായിരുന്നത്. പക്ഷേ പൃഥ്വിരാജിൽ നിന്ന് നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത ആ ഒരു ലോക്കൽ കൈ ഉണ്ടല്ലോ, ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു 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 കഥാപാത്രമായിട്ട് പൃഥ്വിരാജ് വന്ന ഒരു സിനിമയാണ് ഇത്. അദ്ദേഹത്തിന്റെ ചില സാഹചര്യങ്ങളിൽ, അതായത് കോമഡി ടൈമിങ്ങിലും അതുപോലെ തന്നെ കോമിക്കലായിട്ടുള്ള എക്സ്പ്രഷൻസ് അദ്ദേഹത്തിന്റെ ഫേസിൽ കൊണ്ടുവരുന്ന രീതിയായാലും കുറച്ച് പുതുമ നിറഞ്ഞതായിരുന്നു. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ഇതിനു മുമ്പ് നമ്മൾ പൃഥ്വിരാജിന്റെ കോമഡി സിനിമകൾ എടുക്കുകയാണെങ്കിൽ ചെറിയൊരു വിമർശനം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കോമഡി ചെയ്യാനുള്ള ടൈമിങ് അത്രത്തോളം പോരാ എന്നുള്ളത്. അത് ഒരു പരിധി വരെ ഇതിൽ നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു 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 ഡിസഡ്വാൻറ്റേജ് അദ്ദേഹത്തിന്റെ ഈ പ്രകടനത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അത് മനോഹരമായി തന്നെ പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ തന്നെ നമുക്ക് എടുത്തു പറയാവുന്ന പ്രകടനം പൃഥ്വിരാജിന്റെ. എസ്പെഷ്യലി അദ്ദേഹത്തിന്റെ ചില സമയങ്ങളിലുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻ, അദ്ദേഹത്തിന്റെ ചില റിയാക്ഷൻസ്, അതേ ഒരു കുറച്ചൊരു എക്സെൻട്രിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ചും കൂടി അഗ്രസീവായിട്ട് കാണുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ഇതിൽ പോർട്രേ ചെയ്തിട്ടുള്ളത്. ആ കഥാപാത്രം നന്നായി തന്നെ അവതരിപ്പിക്കാൻ പൃഥ്വിരാജിന് പറ്റിയിട്ടുണ്ട്. പിന്നെ ബേസിൽ ജോസഫ് അദ്ദേഹം സാധാരണ ചെയ്യുന്ന പോലത്തെ ഒരു ഷെയ്ഡുകളുള്ള ക്യാരക്ടർ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ട് അദ്ദേഹം വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജിന്റെ തന്നെ മുൻകാലങ്ങളിലെ സിനിമകളിലെ കുറെ ഡയലോഗുകളും കാര്യങ്ങളും ഇതിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് റീക്രിയേറ്റ് ചെയ്യുക മാത്രമല്ല, അത് ആ തിരക്കഥയിൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വൈസ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ചിരി വിടുന്നത്. ആ ചിരിയൊക്കെ ഭൂരിഭാഗം സമയത്തും തിയേറ്ററിൽ കണ്ടു. കൂട്ടായിട്ടിരുന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു രസം എന്നാണ് ഞാൻ തോന്നുന്നത്. ഇനി OTT-യിലൊക്കെ വന്നിട്ട് വീണ്ടും നമ്മൾ ഫോണിലിരുന്ന് കാണുന്ന സമയത്ത് നമുക്ക് അത്ര ചിലപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം അത് സിറ്റുവേഷൻ കോമഡി ആയതുകൊണ്ട് നമ്മളിത് കോമഡിക്ക് വേണ്ടി കോമഡി പറയുന്ന ഒരു സംഭവമല്ല. ഒരു ഹുക്കിംഗ് എലമെന്റ് ഓൾറെഡി ആ ബാക്ക് സ്റ്റോറിയിൽ ഉണ്ടാവും. ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് കോമഡി എങ്ങനെ വർക്കൗട്ട് ചെയ്ത് എടുക്കാം എന്നാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിലെ സെറ്റിന്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. നമ്മൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഗുരുവായൂർ അമ്പല നടയിലാണ് ഇതിന്റെ ഒരു ക്ലൈമാക്സിൽ ഒരു 20 to 25 മിനിറ്റോളം സിനിമ പോകുന്നത്. അവിടെ നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്തായാലും അത് ഗുരുവായൂർ അത്രയും തിരക്കുള്ള സമയത്ത് അത്രയും കാസ്റ്റ് ആൻഡ് ക്രൂവിനെ വെച്ച് പോയി ഷൂട്ട് ചെയ്യല് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഫുള്ളി ഒരു ഡിസൈൻ ചെയ്ത സെറ്റാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ആ സെറ്റാണെന്നുള്ള തരത്തിലുള്ള ഒരു ഫ്ലോസും നമുക്ക് അതിൽ സിനിമാറ്റിക് ആയിട്ട് വരുന്ന സമയത്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഒരു തവണയെങ്കിലും ഗുരുവായൂർ പോയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, അവിടുത്തെ അന്തരീക്ഷം സന്ദർശിച്ചിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റ് ഗുരുവായൂരിൽ പോയി ഷൂട്ട് ചെയ്ത അതേ പ്രതീതി തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിനു മുമ്പ് അദ്ദേഹത്തിന്റെ തന്നെ നന്ദന എന്ന സിനിമയിൽ ഗുരുവായൂർ നടയിൽ വെച്ചിട്ടൊരു ഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. മറ്റേ ഞാൻ മാത്രമേ കണ്ടുള്ളൂ, ഞാനേ കണ്ടുള്ളൂ, ആ ഒരു സീൻ ഉണ്ടല്ലോ. ആ സീനൊക്കെ വേറൊരു രീതിയിൽ ഇതിൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. വളരെയധികം നമുക്ക് പൊട്ടിച്ചിരി വരുന്ന തരത്തിലാണ് അങ്ങനെയുള്ള സീനുകൾ അദ്ദേഹത്തിന്റെ മുൻകാല സിനിമകളിലെ ചില ഭാഗങ്ങളൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ ഡയലോഗ്സ് ഒക്കെ അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഡയറക്ഷന്റെ കാര്യം പറയുകയാണെങ്കിൽ അത്രയും കാസ്റ്റ് വരുന്ന ഒരു പരിപാടിയാണിത്. ബേസിൽ ജോസഫ് ഉണ്ട്, പൃഥ്വിരാജ്, പിന്നെ ജോമൻ ജ്യോതിർ, നമ്മള് ഒത്തളങ്ങാതുരത്തിലൊക്കെ ഉള്ള ജോമൻ ജ്യോതിർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഇതിൽ കുറച്ചധികം കോമഡി പരിപാടികൾ വർക്കൗട്ട് ചെയ്യാനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ടൈമിംഗ് എല്ലാം കിഡിലനായിരുന്നു, പല രൂപത്തിലൊക്കെ വരുന്ന സംഭവമുണ്ട്. പിന്നെ അതുപോലെ തന്നെ യോഗി ബാബു മലയാളത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ പാട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷെ അധിക സമയമില്ലായിരുന്നു. പക്ഷെ ചിരിക്കാനുള്ള വകയൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് തന്നെയാണ്, തിയേറ്ററിൽ വർക്കായിട്ടുണ്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. മൊത്തത്തിലൊരു രസമുള്ള പടം. കാരണം നമുക്കൊന്ന് കുറെ ആയിട്ട് നമ്മൾ ഇങ്ങനെ ത്രില്ലറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ക്ഷീണിച്ചിരിക്കുന്ന സമയത്തുള്ള ജാനമൻ വന്നത്. ആ സമയത്ത് ജാനമൻ വന്ന സമയത്ത് വളരെയധികം ഹിറ്റായിരുന്നു. ഒരു നോർമൽ തമാശ പടം എന്നുള്ള രീതിയിൽ
വന്നിട്ട് അത് ഹിറ്റടിച്ച് പോയല്ലോ. അതുപോലെ തന്നെ നമുക്കൊരു റിലാക്സ് മൈൻഡ് ആയിട്ട് ഇരുന്ന് കണ്ടിട്ട് മൊത്തത്തിൽ ആദ്യാവസാനം നമ്മളെ എൻജോയ് ചെയ്ത് നിർത്തുന്ന ഒരു സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ.